വളരെ ദാരുണമായ ഒരു സംഭവം നടന്ന ദിവസമായിട്ടുണ്ട്. നമ്മുടെ പ്രദേശത്തുള്ള ഒരു വീട്ടമ്മയും കുട്ടിയും ഒരു വലിയ ദുരന്തത്തിൽ അവരുടെ മരണം സംഭവിക്കുകയും അവരുടെ ശവസംസ്കാര ചടങ്ങുകൾ നടന്നിരിക്കുന്ന സമയത്താണ് ഇവിടെ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങിയെന്നുള്ളത്. അപ്പോൾ മുൻകൂട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായി ഇവിടെ ഒരു സ്ഥാപനം വരുമ്പോൾ നമ്മളൊക്കെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളെന്ന നിലയ്ക്ക് പഞ്ചായത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഇത്തരത്തിലൊരു സ്ഥാപനമൊക്കെ വരുമ്പോൾ സ്വാഭാവികമായി നമ്മൾ അറിയേണ്ടതാണ്. ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ സ്ഥാപനം തുടങ്ങുന്നതിന് മുന്നോടിയായി അതിനാവശ്യമായ ലൈസൻസുകൾ എടുക്കാനുള്ള മര്യാദ, കാരണം ലൈസൻസ് എടുക്കാതെ ഒരു സ്ഥാപനം തുടങ്ങാൻ പാടുള്ളതാണ്. അപ്പോൾ അതുപോലും ചെയ്യാതെ അനധികൃതമായി ഇപ്പോൾ നമ്മൾ വന്ന് നോക്കുമ്പോൾ കാണുന്നത് ഇവിടെ എന്താണ് ചെമ്പക ടിമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു തടിമില്ലാണ്. ആ തടിമില്ല് കെട്ടിടത്തിനകത്ത് മദ്യക്കച്ചവടം നടക്കുകയാണ്. ഇവിടെ അവകാശപ്പെടുന്നത് എത്രയാണെന്ന് അറിയത്തില്ല. ഇന്നലെ 6 ലക്ഷം രൂപയുടെ കച്ചവടം നടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ച ഇന്ന് ഇപ്പോൾ നമ്മുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളെ ഇവിടെ വിളിച്ചു വരുത്തി സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും കുട്ടികളടക്കം, അമ്മമാരടക്കം, കുട്ടികളടക്കം ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആളുകൾ, ആബാലവൃന്ദം ജനങ്ങൾ ഇതിനെതിരായി വളരെ ശക്തമായ പ്രക്ഷോഭത്തിൽ ഇന്നു മുതൽ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരവസ്ഥയാണ്. നമുക്കിതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത് സർക്കാരിൻ്റെ മദ്യനയത്തെ എതിർക്കാനോ അത് ശരിയല്ല എന്ന് പറയാനോ ഉള്ള ഒരു രീതിയല്ല. ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ചെറുനീർ എന്ന് പറയുന്നത് ചെറുനീർ പഞ്ചായത്തിൻ്റെ തലസ്ഥാനമാണ്. അപ്പോൾ ഇവിടെ വിവിധ സർക്കാർ ഓഫീസുകൾ, സ്കൂളുകൾ, ഇതൊക്കെ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാനത്ത് ഇതുപോലൊരു സ്ഥാപനം കൊണ്ടുവന്ന് തുടങ്ങാൻ ഉണ്ടായ ചേതോവികാരം എന്താണ്? ഇവിടെ നിന്നൊരു 500 മീറ്റർ അപ്പുറത്ത് ഒരു ഔട്ട്ലെറ്റ് തുടങ്ങുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയും ശക്തമായ സമരത്തിൻ്റെ ഭാഗമായി അത് നിർത്തിവെച്ച് മാറേണ്ട അവസ്ഥയും വന്നു. ഇത് യഥാർത്ഥത്തിൽ ചെറുനീർ പഞ്ചായത്തിൽ നിന്ന് വരേണ്ട യാതൊരു കാര്യവുമില്ല. വർക്കല മണ്ഡലത്തിനകത്ത് വർക്കല നഗരസഭാ പ്രദേശത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു ഔട്ട്ലെറ്റ് ദൂരപരിധിയുടെ ഭാഗമായി നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായി ഹൈക്കോടതി വിധിയെ തുടർന്ന്. അങ്ങനെ നിർത്തിവെച്ച സാധനം ആ വർക്കല മണ്ഡലത്തിന് പുറത്ത് അതിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നതിനുള്ള ചില നടപടികൾ ബിവറേജസിലെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റു ചില കുബുദ്ധികളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു പരിപാടി നടക്കുന്നത്. ഇത് ഭീമമായ തോതിലുള്ള തുക ഇതിന് വാടക ഇനത്തിൽ ലഭ്യമാകും. ആ കിട്ടുന്നതിൻ്റെ കമ്മീഷൻ ബന്ധപ്പെട്ട ആളുകൾക്ക് വാങ്ങി വീതിച്ചെടുക്കുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തിയുമായി മുമ്പോട്ട് പോകുന്നത്. ഇത് സർക്കാരിൻ്റെ തന്നെ നല്ല ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന പ്രവൃത്തികളും കൂടിയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. ഈ പ്രദേശത്ത് ജനബാഹുല്യമുള്ള ഈ പ്രദേശത്ത് യാതൊരു കാരണവശാലും ഈ ഔട്ട്ലെറ്റ് തുടരാൻ കഴിയില്ല. അത് അടിയന്തരമായി അനധികൃതമായി ഇവിടെ ഈ ടിമ്പർ ഡിപ്പോയിൽ ആരംഭിച്ചിട്ടുള്ള ഈ മദ്യഷാപ്പ് അടിയന്തരമായി നിർത്തിവെക്കണമെന്നാണ് ഇവിടെ കൂടിയിട്ടുള്ള ഈ പ്രദേശവാസികളായ കുട്ടികളും അമ്മമാരും അടങ്ങുന്ന മുഴുവൻ ബഹുജനങ്ങളുടെയും ആവശ്യമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ സ്ഥാപനം ഇവിടെ സ്ഥാപിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് സർക്കാരിന് അനുകൂലമായിട്ടോ സർക്കാരിനെതിരായിട്ടോ യാതൊരു ആക്ഷേപവുമില്ല. ഇതിൻ്റെ 4 അയലത്തും, ഈ മതിലിൻ്റെ തൊട്ടയലത്തും ഈ മതിലിൻ്റെ അങ്ങേപ്പുറത്തും ഇതിൻ്റെ ഇങ്ങേപ്പുറത്തും ഇതിൻ്റെ ഫ്രണ്ടിലും എല്ലാം വീട്ടുകാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അങ്ങനെ നമുക്കൊരു നിർദ്ദേശം കൂടെ വയ്ക്കാറുണ്ട്. ഒരു സ്കൂളിനും പള്ളിക്കും ക്ഷേത്രത്തിനുമൊക്കെ പരിധി വയ്ക്കുന്നത് പോലെ നമ്മുടെ ഈ റെസിഡൻസിൻ്റെ ഒരു വീടിൻ്റെ ഇത്ര മീറ്ററെങ്കിലും അകലെ ആയിരിക്കണം ഈ കള്ളുഷാപ്പ് അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നത് എന്നൊരു നിയമം കൂടെ ഇതിൽ ഭേദഗതി ഉൾപ്പെടുത്തി അത് നടത്തണം എന്ന് നമ്മൾ റെസിഡൻസ് അസോസിയേഷൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. മാത്രമല്ല നമുക്ക് ഇതിൽ വേറെ യാതൊരു ഉദ്ദേശവുമില്ല, വേറെ രാഷ്ട്രീയ ഉദ്ദേശങ്ങളൊന്നുമില്ല. നമുക്കുള്ളത് ഇത് ഇവിടെ നടത്താൻ പറ്റില്ല. ബാങ്കുണ്ട്, സ്കൂളുണ്ട്, പോസ്റ്റ് ഓഫീസുണ്ട്. ഇവിടെ ഇതിൻ്റെ വളരെ സർവീസുള്ള കൊച്ചുങ്ങൾ അങ്ങോട്ട് വേണ്ടി പോകുന്ന സ്ഥലങ്ങളാണ്. അവരുടെ മോശമാക്കുന്നതിനുള്ള ഒരു ഏർപ്പാട് ഈ പ്രദേശത്ത് ഇവിടെ നടത്താൻ പറ്റില്ല. അത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. വിട്ടുപോയ 2-3 കാര്യങ്ങൾ. ഞാൻ ഇവിടെ ചെറുനീർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റാണ്, DCC ജനറൽ സെക്രട്ടറിയുമാണ്. അതായത് എക്സൈസ് ചട്ടം അനുസരിച്ച് തന്നെ ഇത് നിയമവിരുദ്ധമാണ്. എക്സൈസ് ചട്ടം 11 പറയുന്നത് ജനങ്ങളുടെ ജീവിതത്തിനും അസഹ്യവും ദുസ്സഹ്യവുമായ പ്രവർത്തനങ്ങൾ എന്ന് തോന്നിയാൽ ഇത് മാറ്റി സ്ഥാപിക്കണമെന്നാണ്. അത് മാത്രമല്ല, ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്ന നിയമവിരുദ്ധമാണ്.
ഒന്ന്, ഈ കെട്ടിടം റിനോവേറ്റ് ചെയ്തപ്പോൾ 220B ചട്ടം ലംഘിച്ചിട്ടുണ്ട്. അത് പഞ്ചായത്തിനും സാധാരണ ഇപ്പൊ പലരും അങ്ങ് പുതുക്കും പെർമിറ്റ് എടുക്കാതെ. കാരണം 220B ചട്ടം പഴയ കെട്ടിടത്തിന് ബാധകമല്ല, എന്നാൽ പുതിയതായി എക്സ്റ്റൻഷൻ വിടുമ്പോൾ അങ്ങനെ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടത്തിൽ ഇനി ഡിആൻഡോ ലൈസൻസ് കൊടുക്കാൻ ഒക്കില്ല. ഇപ്പോൾ ഡിആൻഡോ ലൈസൻസ് എടുത്തിട്ടില്ല. ഡിആൻഡോ ലൈസൻസ് എടുക്കാതെ പഞ്ചായത്തിൽ ഒരു മുറുക്കാൻകിട പോലും പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ് പഞ്ചായത്ത് രാജ് ചട്ടം. അവർ പറയുന്നത് സർക്കാർ അതിന് 30 ദിവസത്തെ എക്സംഷൻ കൊടുത്തിട്ടുണ്ടെന്നാണ്. അതെന്താണെന്ന് നമുക്കറിയില്ല. പഞ്ചായത്ത് രാജ് ചട്ടത്തെ കോഷ് ചെയ്യാൻ സർക്കാരിന്റെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിന് അധികാരമില്ല. എന്തായാലും ഇത് നിയമവിരുദ്ധമാണ്. എക്സൈസ് ചട്ടം അനുസരിച്ചും പഞ്ചായത്ത് ചട്ടം അനുസരിച്ചും നിയമവിരുദ്ധമാണ്. ഏറ്റവും വലിയ ഒരു എക്സ്ക്ലൂസീവായി നിങ്ങൾ അറിയേണ്ട കാര്യം, ഇന്നലെ ഇതൊരു സ്ട്രിങ് ഓപ്പറേഷനിലൂടെയാണ് നടന്നത്. സർക്കാർ സ്ട്രിങ് കള്ളുമുതലാളിമാർ നടത്താറുണ്ട് പലയിടത്തും. അതിനേക്കാളും മോശമായ രീതിയിൽ ഇന്നലെ ഇതിന്റെ മുതലാളിയുടെ ലൈസൻസ് ഇല്ലാത്ത കാറില് ബിവറേജസിന്റെ മദ്യം നമ്പർ വെക്കാത്ത കാറില് പിക്കപ്പ് വാനില് മദ്യം കൊണ്ടുവന്നു. ഇവിടെ ഒരു ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥൻ തന്നെ അത് തടഞ്ഞു നിർത്തി പോലീസ് പ്രൊട്ടക്ഷൻ. അപ്പൊ പോലീസുകാരെ ചോദിച്ചു, നിങ്ങൾ ഇതിനെ നമ്മളൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് അവരങ്ങ് മാറിയെന്ന്. അവർക്കറിയാം അതിന്റെ അപകടം. ലൈസൻസ് ഇല്ലാത്ത സ്വകാര്യ വ്യക്തിയുടെ വാഹനത്തിൽ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി എക്സൈസിന്റെ സഹായത്തോടെ കള്ള് കയറ്റിക്കൊണ്ടുവന്ന് പെട്ടെന്ന് വിതരണം ചെയ്യുക മാത്രമല്ല, ഇന്നലെ ഇവിടെ പല കുടിയന്മാരോടും ചോദിച്ചപ്പോൾ ഇന്നലെ മദ്യം ഫ്രീ ആയിരുന്നു. ഇന്നലെ മദ്യം ഫ്രീ ആയി, എക്സൈസ് വകുപ്പ് ഫ്രീ ആയി മദ്യം കൊടുത്തുകൊണ്ട് ഇവിടെ ചുറ്റിനും നിർത്തി ഇതിനെതിരായി വന്നവരെ ചീത്ത വിളിക്കുകയും തെറി വിളിക്കുകയും ചെയ്ത് ഇപ്പോഴും ഇന്നലെ മദ്യം ഫ്രീ ആയി കിട്ടിയ പലരും അതിന്റെ മൂച്ച് ഇവിടെ നിന്ന് കാണിക്കുന്നുണ്ട്. അപ്പോ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരു സ്ഥലത്ത് മദ്യപാനികൾക്ക് മദ്യം ഫ്രീ ആയി കൊടുത്തുകൊണ്ട് നാട്ടുകാരുടെ തോളിൽ ഞെരങ്ങുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടോ? ഈ സ്ഥിതി എന്ത് വില കൊടുത്തും ഞങ്ങൾ എല്ലാ രീതിയിലും എതിർക്കും. അതിന് സംശയമൊന്നും വേണ്ട. വേണ്ട